എണീച്ച് നോക്കുമ്പോൾ അമ്മേനെ കാണുന്നില്ല. അടുക്കളയിൽ നല്ല മണം വരുന്നു. അപ്പോൾ അമ്മ കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അമ്മ യൂട്യൂബ് നോക്കിയിട്ട് മന്തി പോലത്തെ ഒരു സാധനമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ എക്സ്പ്രഷന് വേണ്ടി വെയിറ്റ് ആക്കുന്നത്, ഞാൻ എന്ത് പറയും നോക്കാൻ വേണ്ടി. കുഴപ്പമില്ല, മന്തീൻ്റെ ടേസ്റ്റൊന്നും വന്നിട്ട്, എന്നാലും ഒപ്പിക്കാം. പിന്നെ നമ്മൾ ഈവനിങ് ആകുമ്പോൾ പുറത്ത് പോകാൻ വിചാരിച്ചു. അമ്മക്ക് നാളെ മുതൽ ഇനി ഡ്യൂട്ടി ഉണ്ട്, ഇനി അമ്മേനെ കിട്ടൂല. അപ്പോൾ എനിക്ക് ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. പോയത് അടുത്തുള്ള അംബ്രല്ല ബീച്ചിലേക്ക്. ഇവിടെ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ സ്പെഷ്യാലിറ്റി എന്താ പറയുക, എൻട്രി ഫീ ഇല്ല. ആർക്ക് വേണമെങ്കിലും കയറാം, പൈസ കൊടുക്കണ്ട. നമ്മളവിടെ പൈസ കൊടുക്കണ്ടേ. പിന്നെ സ്പെഷ്യൽ റൈഡിൽ പിന്നെ പിള്ളേരെ കളിക്കാൻ അങ്ങനത്തെ എല്ലാം പൈസ കൊടുക്കണം. ബട്ട് എൻട്രിക്ക് ഫീസില്ല. പിന്നെ എല്ലാം ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ്. വേസ്റ്റ് എന്ന സാധനമില്ല. പിന്നെ ഫാമിലീസ് വരുമ്പോൾ മാറ്റ് അവർ കഴിക്കാനുള്ള ഫുഡെല്ലാം എടുത്തിട്ട് വരും. അപ്പോൾ അവർ വീക്കെൻഡ് ഇങ്ങനെയാണ് സ്പെൻഡ് ആക്കുന്നത്. ആടെ ഇരുന്നിട്ട് വട്ടത്തിലിരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് കാണാൻ രസം. നമ്മൾ മെയിനായിട്ട് പോയത് എൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ടാണ്. നോക്കുമ്പോഴത്തേക്കില്ലേ നടുവിലെല്ലാം ആൾക്കാരെ വിളിക്കുന്നത്, സൈഡിലൊന്നുമല്ല, ഫുള്ള് നടുവിൽ തന്നെ. ഒരു പേടിയില്ല. പിള്ളേരാണ് ഏറ്റവും കൂടുതൽ നടുവിലുള്ളത്. ഇവിടെ ലിമിറ്റൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ വാട്ടർ ഷോ എല്ലാം ഉണ്ട്, അതിന് പിള്ളേർ അതിൻ്റെ നടുവിൽ കളിക്കുന്നുണ്ട്. അമ്മക്ക് എവിടെ പോയാലും പരിചയക്കാരൻ എല്ലാ പിള്ളേരെയും കൊത്തു പിടിച്ച് കൊണ്ടുവന്നുണ്ടാകുന്നു. പിന്നെ ഞങ്ങൾ എഴുന്നിട്ട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ആക്കാൻ വിചാരിച്ചു. വേറെ നല്ല അയിലയിലും പോകുന്ന ആൾക്കാരെ നോക്കി എന്തെങ്കിലും പറയും. പിന്നെ നാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടായിരുന്നു, വെളി ഉണ്ടാകുമ്പോൾ ഇറങ്ങിയിട്ടാണ്, ഇറിട്ടാകുമ്പോൾ ഇറങ്ങി. എന്നെ കണ്ടിട്ടാണ് വീഡിയോയിൽ. പിന്നെ നമ്മൾ അവിടെ നിന്ന് എണീച്ചിട്ട് ഫുള്ളിങ്ങനെ നോക്കി നടക്കാൻ വിചാരിച്ചു. ആടെ പിന്നെ ബീച്ചിനേക്കാൾ ഏറെ ഫോട്ടോ എടുക്കാനുള്ള സ്പേസാണ് കൂടുതൽ. ലൈറ്റിങ്സാണ് ഫുള്ളും. രാത്രി കാണാൻ നല്ല രസം. ഇത് നല്ല രസമില്ലേ, പിള്ളേരെല്ലാം അട്രാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ വിദ്യകൾ. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി നിൽക്കണ്ട, പോവാം. ഇവിടെല്ലാം വരണമെങ്കിൽ കുറേ ആളായിട്ട് വരണം, വൈബാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ രണ്ടാളുമായിട്ട് ഞങ്ങളെ വൈബ് വേറെ വേറെയാണ്. അപ്പോൾ ഒരു സെറ്റാണല്ലോ. കുറേ സമയം ഇരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി പോവാം, മതി. അങ്ങനെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.